നീ ഇനി മുതൽ കമ്പനിയിലേക്ക് പോകണമെന്ന് ഞങ്ങൾ ഇന്നലെ നിന്നോട് പറഞ്ഞല്ലേ? ഞാൻ കമ്പനിയിൽ പോയാൽ എന്താ കുഴപ്പം? മോനെ, നീ അങ്ങോട്ട് പോയാ നിനക്ക് ആവശ്യമില്ലാത്ത പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരികയുള്ളൂ. നിനക്കവിടെ മനസ്സമാധാനത്തോടെ ഇരിക്കാൻ പറ്റില്ല. അമ്മ പറയുന്നതൊന്ന് കേക്ക്. നീ പോണ്ട. കുറച്ചു നാളത്തേക്ക് ബിസിനസ്സൊക്കെ അച്ഛൻ കൈകാര്യം ചെയ്തോളും. നീ റിലാക്സ് ചെയ്. നീ ഒരു വേൾഡ് ട്രിപ്പ് പ്ലാൻ ചെയ്. 1 വർഷത്തേക്ക് ബ്രേക്ക് എടുത്തോ. അതിനുശേഷം നിനക്ക് ബിസിനസ് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ ചെയ്. ഇല്ലെങ്കിലും കുഴപ്പമില്ല. മോനെ, ഗ്രാമത്തിൽ വെച്ച് നിന്നെ ഞങ്ങൾ കണ്ട അവസ്ഥയിലേക്ക് നീ ഒരിക്കലും തിരിച്ചു പോരുത്. എടാ, ഞങ്ങൾക്കത് താങ്ങാൻ കഴിയില്ല. പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞോ? ഇനി ഞാൻ കമ്പനിയിലേക്ക് പൊക്കോട്ടെ? ഇപ്പോഴേ വൈകി. കൈലാഷ്, ഞങ്ങൾ പറഞ്ഞു ഒന്നും നീ കേട്ടില്ലേ? തുടക്കം മുതലേ നിങ്ങൾ എല്ലാവരും പറയുന്നത് കേട്ടതുകൊണ്ടാ ഞാനിപ്പോ ഈ അവസ്ഥയിലായത്. അതുകൊണ്ട് ഇനി നിങ്ങൾ ആരും പറയുന്നത് കേൾക്കണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. കൈലാഷ് മോനെ, ഹലോ. ആ ആന്റി, പാർവതി കമ്പനിയിലേക്കാണെന്ന് പറഞ്ഞ് ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇത്രയും കാലം ഞാൻ കൈലാഷിന് വേണ്ടിയാ അവളെ സഹിച്ചത്. അവനിപ്പോ എല്ലാ കാര്യങ്ങളും അറിഞ്ഞല്ലോ. ഇനി എനിക്ക് അവളെ സഹിക്കേണ്ട കാര്യമില്ല. അവളെയും പ്രിയനെയും ഇന്ന് തന്നെ കമ്പനിയിൽ നിന്ന് പുറത്താക്കണം. ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. അവരെ രണ്ടിനെയും കഴുത്തിന് പിടിച്ച് പുറത്താക്കണം. പ്രിയഞ്ചേട്ടനും പാറും ഇതുവരെ വന്നില്ലല്ലോ. ഇനിയും വൈകിയ കരുനകം വിഷം ചീറ്റും. അവർക്കിനി ആരെയും പേടിക്കേണ്ട കാര്യമില്ല. അതെന്താ? ഇവിടെ ജോലി ചെയ്യുകയാണെങ്കിലല്ലേ അവരുടെയൊക്കെ ഭരണം സഹിക്കേണ്ട കാര്യമുള്ളൂ. അവരിവിടത്തെ ജോലി വേണ്ടാന്ന് വെച്ചു. മോഹൻചേട്ടൻ വെറുതെ ഒന്ന് പറയല്ലേ? വെറുതെ പറയുന്നൊന്നും അല്ല, നടന്നൊന്നും നീ അറിയാത്തോണ്ടാ. പ്രിയനും പാറുവും കൈലാസ് സാറിനോട് അവര് തമ്മില് ഇഷ്ടത്തിലാണെന്ന് പറഞ്ഞു. അയ്യോ, എന്നിട്ട്? നിങ്ങൾ ആരും കാണാതെ അറിയാതെ എന്നെ സ്നേഹിച്ച ഗന്ധർവൻ പ്രിയഞ്ചേട്ടനാ. ഞാനും പാറുവും തമ്മില് ഇഷ്ടത്തില്. നിന്നെ ഞാൻ വെറുതെ വിടണ്ടാ ജോയി. എന്താ മോഹൻചേട്ടാ പറയുന്നത്? കൈലാഷ് സർ പ്രിയഞ്ചേട്ടനെ കൊല്ലാൻ ശ്രമിച്ചെന്നോ? ആ, ഇത്രയൊക്കെ സംഭവിച്ചതിന് ശേഷവും പ്രിയനും പാറുവും ഇവിടെ ജോലി ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എനിക്കും ഈ കമ്പനിയിൽ ജോലി ചെയ്ത് മടുത്തു. കഴിഞ്ഞ കുറെ കാലമായി ഈ കമ്പനിയിൽ നടക്കുന്നതെന്നും എനിക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല. കൈലാസ് സാറ് ആളാകെ മാറിപ്പോയി. ഞാൻ വേറെ കമ്പനിയിലേക്ക് മാറുന്നതിനെ കുറിച്ച് ആലോചിച്ചു തുടങ്ങി. നിങ്ങളെല്ലാരും പോയാ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാ? എനിക്കും വേറെ ജോലി നോക്കണേ മോഹൻചേട്ടാ. ആ, മോഹൻചേട്ടനല്ലേ ഇവർ ജോലിക്ക് വരില്ല എന്ന് പറഞ്ഞത്? എന്താ മോഹൻചേട്ടാ ഇങ്ങനെ തുറച്ചു നോക്കുന്ന? പിന്നെ ഞാൻ എങ്ങനെ നോക്കണം? കഴിഞ്ഞ ദിവസമല്ലേ കൈലാസ് സാറും ഇവനുമായിട്ട് വലിയ പ്രശ്നം ഉണ്ടായത്. അയാള് ഇവനെ കൊല്ലാൻ ശ്രമിച്ചില്ലേ? എന്നിട്ടും നിങ്ങളൊന്നും സംഭവിക്കാത്തതുപോലെ രാവിലെ ജോഡിയായിട്ട് ജോലിക്ക് വന്നിരിക്കുന്നത് കണ്ട ആരായാലും ഒന്നും ഞെട്ടും. കൈലാഷ് സാർ അങ്ങനെ ഒരു അബദ്ധം കാണിച്ചു എന്ന് കരുതി ജോലിക്ക് വരാൻ പാടില്ല എന്നുണ്ടോ? അതൊരു പേഴ്സണൽ വിഷയം. ഇത് ജോലിക്കാര്യം. അത് രണ്ടും കൂടി കൂട്ടിക്കുഴയ്ക്കേണ്ട കാര്യമില്ല. നീ കൂട്ടിക്കുഴച്ചില്ലെന്ന് കരുതി
കൈലാസ് സാർ കൂട്ടിക്കുഴക്കില്ലെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? കൈലാഷ് സാറിന് പ്രിയഞ്ചേട്ടനോട് അത്രയും ദേഷ്യം ഉള്ളതുകൊണ്ടല്ലേ കൊല്ലാൻ ശ്രമിച്ചത്. വീണ്ടും അദ്ദേഹത്തിന്റെ കമ്പനിയിൽ ജോലിക്ക് വരുന്നത് അപകടമാണ്. ഞാൻ പറയുകയാണെങ്കിൽ ജോലി രാജിവെക്കുന്നതന്നെ നല്ലത്. ഞങ്ങളും അതിനെപ്പറ്റി സംസാരിക്കുമായിരുന്നു. നമുക്ക് വേറെ കമ്പനി ജോലിക്ക് കയറാം. നിനക്ക് ഈ കമ്പനിയിൽ വരുന്ന ഇഷ്ടമാണോ? അങ്ങനെ ചോദിച്ചാ